തന്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന പെണ്ണാണ് നല്ല പെണ്ണ്. തന്റെ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട്, ഭർത്താവിന്റെ വരുമാനത്തിനനുസരിച്ചുകൊണ്ട് ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്വാലിഹത്തായ പെണ്ണ്. കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ പുറത്തേക്ക് എണ്ണിപ്പെറുക്കി പ്രാരാബ്ധവും പരിവട്ടവും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാത്ത പെണ്ണ്. എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും തന്റെ ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന പെണ്ണ്. അതേ, ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവരവരുടെ നിലവാരം എന്താണോ അല്ലാഹു തന്നിട്ടുള്ളതെങ്കിൽ അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ്. അതാണ് ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത്. ലൈസൽ ഗിനാ അൻ കസറത്തിൽ അർളി വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. സന്തോഷവും സമാധാനവും ധന്യതയും ആശ്വാസവും അതുപോലെ തന്നെ സാമ്പത്തികമായ ഭദ്രത എന്നൊക്കെ പറയുന്നത് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാകലല്ല, വലിയ സൗകര്യങ്ങൾ ഉണ്ടാകലല്ല, ആർഭാട ജീവിതത്തിന് പറ്റിയതുണ്ടാകലല്ല, അങ്ങനെയെല്ലാം തികഞ്ഞു നിൽക്കലൊന്നുമല്ല. ജീവിതത്തിന്റെ സമാധാനം ഒരു കുടുംബത്തിൽ നിലനിൽക്കേണ്ടത് വലാകിന്നൽ ഗിനാ, സമ്പന്നതയും ഐശ്വര്യതയും നിരാശ്രയത്വവും എന്നൊക്കെ പറയുന്നത് ഗിനൻ നഫ്സി, അത് മനസ്സിന്റെ ധന്യതയാണ്. മനസ്സിന് സുഖം, അതധികം വിഭവങ്ങളൊന്നും വേണ്ട. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ ഒരാളോട് പറയാൻ പാടില്ല. തന്റെ പ്രയാസങ്ങൾ പുറത്തറിയിക്കാതെ അത് തന്റെ ഭർത്താവിന് മോശല്ലേ? തന്റെ ഭർത്താവ് കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യൂലേ? അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു പെണ്ണാണ് യഥാർത്ഥത്തിലുള്ള ഭാര്യ. അല്ലാത്ത പെണ്ണാണെങ്കിൽ ഭർത്താവിന്റെ വരുമാനം നോക്കാതെ അവരതും ആവശ്യപ്പെടും. കാരണം അവൾ അവളുടെ ജീവിതത്തിൽ അളക്കുന്നത് അവളെക്കാൾ താഴെയുള്ളവരെ നോക്കിയിട്ടായിരിക്കില്ല. കണ്ടില്ലേ അവരുടെ വാഹനത്തിന്റെ മൊഞ്ച്, കണ്ടില്ലേ അവരുടെ വീടിന്റെ മൊഞ്ച്, കണ്ടില്ലേ അവരുടെ സംവിധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞു മുകളിലേക്ക് 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 നോക്കുമ്പോ അതേ അള്ളാഹു തനിക്ക് നൽകിയിട്ട് ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ നിഅമത്തുകളെ പോലും വളരെ കൊച്ചായി നിസ്സാരമായി കാണുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് എല്ലാവരോടും പറഞ്ഞില്ലേ, ആണായാലും പെണ്ണായാലും നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്, മറിച്ച് നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ, നിങ്ങളുടെ അത്രയൊന്നും കിട്ടിയിട്ടില്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾ നോക്കുമ്പോ അല്ലാഹു നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ള നിഅമത്ത് നിസ്സാരമല്ല, അത് വല്ലാത്ത നിഅമത്താണ് റബ്ബ് നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്തിട്ടുള്ളതെന്ന് നിനക്ക് മനസ്സിലാവാൻ നിങ്ങളെക്കാൾ പവർ കൂടിയ സൗകര്യങ്ങൾ കൂടിയവരിലേക്ക് നോക്കി നിരാശപ്പെട്ട് നെടുവീർപ്പിടുകയല്ല വേണ്ടത്. അത്രയും കിട്ടിയിട്ടില്ലാത്ത താഴെയുള്ള ആളുകളിലേക്ക് നോക്കിയിട്ട് അൽഹംദുലില്ലാഹ്, ഇത്രത്തോളം എനിക്ക് എന്റെ റബ്ബ് തന്നല്ലോ, ഇത്രത്തോളം സൗകര്യങ്ങളെങ്കിലും എനിക്ക് തന്നല്ലോ, ഇതുമില്ലാത്ത ലക്ഷങ്ങളല്ലേ ലോകത്ത് കഷ്ടപ്പെടുന്നതെന്നോർത്ത് അല്ലാഹു തന്ന അനുഗ്രഹത്തെ പുകഴ്ത്തി പറഞ്ഞ് അവനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുമ്പോ ആ പെണ്ണാണ്, അതല്ലെങ്കിൽ ആ പുരുഷനാണ് റബ്ബ് നൽകിയ നിഅമത്ത് ചെറുതായി കാണാത്ത ആണും പെണ്ണുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെ സുഖസൗകര്യങ്ങൾ നോക്കി കമ്പയർ ചെയ്യുമ്പോഴാണ് തനിക്കൊന്നുമില്ല നീ തോന്നുന്നത്. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞത് എന്താണ്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനം കേട്ടോളൂ. ലാ യൻദുറുല്ലാഹു ഇലാ ഇംറഅത്തിൻ ലാ തശ്കുറു ലിസൗജിഹാ വഹിയ ലാ തസ്തഗ്നി അൻഹു. അല്ലാഹു ഒരു പെണ്ണിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല. ആ പെണ്ണിന്റെ സ്വഭാവം എന്താണ്? ലാ തശ്കുറു ലിസൗജിഹാ, അവരുടെ ഭർത്താവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അയാളുടെ കഴിവിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു കൊടുത്താലും ഈ ഭർത്താവിനോടൊരു നന്ദി വാക്ക് പറയാതെ എന്തൊരു മേടിച്ചു കൊടുത്താലും എന്ത് സൗകര്യങ്ങൾ കൊടുത്താലും അതിനൊക്കെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്കിതേ കിട്ടുകയുള്ളൂവല്ലേ, നിങ്ങളിൽ നിന്ന് ഇതേ പ്രതീക്ഷിക്കാനുള്ളൂവല്ലേ, കണ്ടില്ലേ അപ്പുറത്തുള്ള ജീവിതം, കണ്ടില്ലേ മറ്റുള്ളവരൊക്കെ കൊണ്ടുവരുന്നത്, കണ്ടില്ലേ അവരുടെയൊക്കെ വീടുകൾ, കണ്ടില്ലേ അവരുടെയൊക്കെ സൗകര്യങ്ങൾ എന്നിങ്ങനെ എണ്ണിപ്പറഞ്ഞ് തന്റെ പ്രയാസപ്പെട്ട് കയറി വരുന്ന തന്റെ ഭർത്താവ് ചെയ്യുന്ന നന്മകളെ വലുതാക്കി കാണിച്ചൊന്നു സമാധാനത്തിന്റെ സന്ദേശം ആ ഭർത്താവിന്റെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കാതെ കയറി വന്നാൽ പരിദേവനങ്ങളും പരിവട്ടങ്ങളും പരാതികളുടെയും കെട്ടഴിക്കുന്ന പെണ്ണ് അല്ലാഹു അവളെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല എന്ന് ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു.
ഞാൻ നരകത്തിലധികവും പെണ്ണുങ്ങളെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നരകം കാണിക്കപ്പെട്ട അവസരത്തിൽ പറഞ്ഞ പല കാരണങ്ങളിൽ ഒന്നെന്താണ്, അവള് നന്ദികേട് പറയുന്ന പെണ്ണായിരിക്കും. ജീവിതത്തിൽ ഇവനോട് ആവശ്യപ്പെട്ടതൊക്കെ അവന്റെ വരുമാനത്തിലും കഴിവിലൊക്കെ പരിധിയിൽ ഒതുങ്ങി നിന്നൊക്കെ അവൻ ചെയ്തു കൊടുത്തു. ഒരു ദിവസം അവൾ ആവശ്യപ്പെട്ടതെന്തോ ഈ സാധുവിന് സാധിച്ചില്ല, അയാൾക്ക് കഴിഞ്ഞില്ല. ആ ഒരൊറ്റ കാരണത്താൽ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു കൊടുത്ത മുഴുവൻ ആനുകൂല്യങ്ങളുടെയും അടിവേറെറുക്കുന്ന നിലക്ക് വർത്തമാനം പറയും. നിങ്ങളുടെ കൂടെ കൂടി അന്ന് മുതൽ തുടങ്ങിയതാണ് എന്റെ പ്രയാസങ്ങൾ, ഒരു നന്മയും എനിക്ക് ഇന്നേ വരെ നിങ്ങളിൽ നിന്ന് ഒരു ഖൈറും ഞാൻ ഇന്ന് വരെ നിങ്ങളിൽ നിന്ന് അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന പെണ്ണ് നരകത്തിന്റെ വിറകാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കിട്ടിയതിൽ തൃപ്തിയടയുന്ന, സംതൃപ്തിയടയുന്ന ഒരു മനസ്സാണ് ഒരു നല്ല പെണ്ണിന് വേണ്ടത്. ഒരു നല്ല മുസ്ലിമിന് അതാ വേണ്ടത്, ഒരു പെണ്ണിനും അതാണ് വേണ്ടത്. അപ്പൊ ഭർത്താവിന് നല്ല സമാധാനം ഉണ്ടാവും. അയാളെ പോക്കറ്റിന്റെ കനനുസരിച്ചേ പെണ്ണ് പറയുള്ളൂ. പ്രയാസമുണ്ടോ? സാരില്ലാന്നേ. ബുദ്ധിമുട്ടും പ്രയാസവും വിഷമങ്ങളൊക്കെ ഉണ്ടോ എങ്കിൽ അതിനൊക്കെ ആ പ്രയാസങ്ങളുടെ വിഷമങ്ങളുടെ എല്ലാ ബാന്ധങ്ങളും ഭാര്യയുടെ ഒരു ചിരിയിലും അവളുടെ ഒരു നല്ല സംസാരത്തിലും ഒതുക്കിക്കളയാൻ ഒരാൾക്ക് സാധിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, യബ്ന ആദം ഇദാ സലക്ത സബീലൽ ഖനാഅ ഫഅഖല്ലു ശൈഇൻ യക്ഫീക് വഇല്ലാ ഫഇന്നദ് ദുനിയാ വമാ ഫീഹാ ലാ തക്ഫീക്. ഹേ മനുഷ്യ, ഇദാ സലക്ത സബീലൽ ഖനാഅ, അല്ലാഹ് ഇപ്പോ തന്നിട്ടുള്ള നിഅമത്തുണ്ടല്ലോ, ആ ഉള്ളത് അതെത്ര ചെറുതാണെങ്കിലും ആ ഉള്ളതിൽ വല്ലാത്തൊരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നീ ജീവിക്കുകയാണെങ്കിൽ ഫഅഖല്ലു ശൈഇൻ യക്ഫീക, കുറഞ്ഞ വിഭവം മതി നിനക്ക്, നല്ല സന്തോഷമായിരിക്കും ജീവിതത്തിൽ. അതേ അവസരത്തിൽ വയില്ല, അങ്ങനെയല്ലെങ്കിൽ ഫഇന്നദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നിനക്ക് കിട്ടിയാലും നിന്റെ ആർത്തി തീരൂല. ലാ തക്ഫീക്, അപ്പോഴും നീ ഇല്ല 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 എന്ന പാട്ടും കൊണ്ടേ നടക്കുകയുള്ളൂ. അൽഹംദുലില്ലാ എന്നാവുന്നു വരൂല. എന്താ അത്? തേഞ്ഞിട്ടില്ല, എത്ര കിട്ടിയാലും തേഞ്ഞിട്ടില്ല, ഇങ്ങനെ പോണൂന്ന് പറയും. അങ്ങനെയല്ലോ, വലിയ മലയാളിയായിരിക്കും, വലിയ ഷോപ്പുകളുണ്ട്, കുറെ കടകളുണ്ട്, ഒരുപാട് നീ തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ ചോദിക്കുമ്പോ എന്താ വിശേഷം? അങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നുണ്ട്. വേറെ ചില ആൾക്കാരുടെ അൽഹംദുലില്ലാ ഖൈറ, വളരെ സുഖം, എനിക്കൊന്നും ഇല്ലേനു. എന്താണ് ഈ വ്യത്യാസം? നമ്മൾ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയാം. കിട്ടിയതെന്തോ അതിൽ സംതൃപ്തി, അതാണ് എനിക്ക് അല്ലാഹ് നിശ്ചയിച്ചത്. ഈ ലോകത്തെല്ലാവർക്കും ഒരുപോലെയല്ലല്ലോ. ഈ ലോകത്ത് അല്ലാഹ് തീരുമാനിക്കുന്നത് ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, നിന്റെ നാഥനാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ജീവിതത്തിന്റെ സൗകര്യങ്ങൾ വിശാലമാക്കി കൊടുക്കുന്നതും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ജീവിതത്തിന്റെ സൗകര്യങ്ങളൊക്കെ വന്ന് കമ്മി വരുത്തിയിട്ട് അളന്നു കൊടുക്കുന്നതുമൊക്കെ നിന്റെ റബ്ബാണ്. അത് റബ്ബാ തീരുമാനിക്കുന്നത്. അതിൽ വിഷമം തോന്നരുത്. കിട്ടിയാ നെകളിപ്പ് വേണ്ട, ശുക്ർ ചെയ്യണം. കിട്ടിയില്ലെങ്കിലോ സഹനക്കേട് കാണിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്ത് ഇല്ലായ്മയും വല്ലായ്മയും പാടി നടക്കണ്ട. ക്ഷമിച്ചോ, നിനക്ക് അതിൽ ബറക്കത്തുണ്ട്. ഇസ്ലാം പഠിപ്പിക്കണം. അതുകൊണ്ട് എന്ത് വേണം? ഒരു നല്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഒരു കവി പറയാണ്, വസൗജത്തുൽ മർഇ ഔനുൻ യസ്തഈനു ബിഹാ അലൽ ഹയാതി വനൂറുൻ ഫീ ദയാജിഹാ മുസ്ലാതു ഫിക്റതിഹി ഇൻ ബാത ഫീ കദിരിൻ മുദ്ദത ലഹു ലിതുവാസിഹി അയാദിഹാ. ഒരു നല്ല ഭാര്യയാണെങ്കിൽ ആ ഭാര്യ ഈ ഭർത്താവിന് എപ്പോഴും നല്ല സഹായമായിരിക്കും. ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും അവൾ ഒരു തുണയായിരിക്കും. വിഷമങ്ങളും പ്രയാസങ്ങളുടെയും നെരിപ്പോടുകളിൽ ഇയാൾ വളരെ കഷ്ടപ്പെടുന്ന നേരത്തെ ആ പെണ്ണൊരു പ്രകാശം വരുത്തുന്ന പെണ്ണായിരിക്കും. വളരെ ബുദ്ധിമുട്ടിയിട്ട് ബാത്തഫീക്കതിരിൻ, അയാൾ ടെൻഷനും വിഷമവുമായിക്കൊണ്ട് ഉറക്കു വരാതെ ബെഡിൽ കിടക്കുന്ന വേളയിലും സമാധാനത്തിന്റെ സന്ദേശവുമായിട്ട് അവൾ കൂടെയുണ്ടാകും. ആ കൈകൾ കൊണ്ട് ആശ്വസിപ്പിക്കും, തടവിക്കൊടുക്കും. الحزن فرحته تحنو فتجعله ينسى بذلك آلاما يعانيها. അതേ, ദുഃഖിച്ചിരിക്കുന്ന ഭർത്താവിനെ നല്ല നല്ല വാക്കുകൾ കൊണ്ട് ആ പെണ്ണ് സന്തോഷിപ്പിക്കും. സാരല്ല എന്ന് പറയും. അവന്റെ വേദനകളൊക്കെ ആ വാക്കുകളിൽ അവനങ്ങും മറന്നുപോകും. ഇൻ ആദലിൽ ബൈതി യൽഖാ സഗ്റ സൗജതിഹി യഫ്തൂറു അമ്മാ യസുറു നഫ്സു യശ്ഫീഹാ. വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഭർത്താവിനെ പുഞ്ചിരി പൊഴിക്കുന്ന മുഖവുമായിട്ടാണ് അവൾ കാത്തു നിൽക്കുക. അവന്റെ മനസ്സിന്റെ പ്രയാസങ്ങളുടെ കെട്ടഴിയുന്ന രൂപത്തിലുള്ള പെരുമാറ്റമാണ് അവൾ കാണിക്കുക. അങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടിയാൽ ഫസൗജുഹാ മലികുൻ വദ്ദാറു മംലകതുൻ വൽ ഹുബ്ബു അത്റുൻ യസിരി ഫീ നവാഹിഹാ. ആ പെണ്ണിന്റെ ഭർത്താവ് രാജാവാണ്,
ആപ്തിനൊരു പെണ്ണിനെ കിട്ടിയാൽ ആ പെണ്ണിന്റെ ഭർത്താവാണ് രാജാവാണ്. ദാറു മംലക്കത്തുൻ, ആ വീട് ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിലെ രാജാവായി കൊണ്ട് കഴിയാം ആ ഭർത്താവിന്. വൽ ഹുബ്ബു അത്റുൻ യസ്രീ ഫീ നവാഹിഹാ, ആ വീടിന്റെ അകത്തളത്തിൽ എപ്പോഴും സന്തോഷത്തിന്റെ അത്തർമണമാണ്, സന്തോഷത്തിന്റെ സുഗന്ധമാണ്, സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ സംസാരങ്ങളാണ്. അവിടെ കുറ്റപ്പെടുത്തലുകളില്ല. നിങ്ങളെ എന്തിനു കൊള്ളും മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ഉള്ള സമ്പാദ്യത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ടില്ലേ അപ്പുറത്തും നിങ്ങളെ പോലെയല്ലേ പലരും ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പലിശക്ക് കടം വാങ്ങാൻ ഈ പെണ്ണ് പ്രേരിപ്പിക്കൂല. ഇല്ലാത്ത മുതലുണ്ടാക്കാൻ വേണ്ടി ഹറാമിലൂടെ സമ്പാദിക്കാൻ ഈ പെണ്ണ് പറയൂല. യാത്രയേക്കുന്ന വേളയിൽ പോലും മുൻഗാമികളായ മഹാന്മാരായ ആളുകളുടെ സഹാബാക്കളുടെ ഒക്കെ ഭാര്യമാര് തൊഴിലിനിറങ്ങുന്ന ഭർത്താക്കന്മാരോട് വാതിൽക്കലോടും ചെന്ന് യാത്രയേക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ സഹിക്കും, എത്രയും ഞങ്ങൾ സഹിക്കും, എത്രയും ഞങ്ങൾ സഹിക്കും, വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാ, പക്ഷേ ഹറാമായ മുതലും കൊണ്ട് ഈ വീട്ടിലേക്ക് നിങ്ങൾ കയറി വരല്ലേ, ഞങ്ങൾ വിശപ്പ് എത്ര കാലവും സഹിച്ചോളും, പക്ഷേ നരകം ഞങ്ങൾക്ക് സഹിക്കാനാവില്ല, അതുകൊണ്ട് ഹറാമിന്റെ ഒരു ഫിൽസും കൊണ്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ എന്ന് പറഞ്ഞ് യാത്രയക്കുന്ന ഒരു ഭർത്താവ് പിന്നെ വീട്ടിൽക്കാണ് ചെന്ന് പൈസ ഇല്ലാതെയും ഓള് പറഞ്ഞു തൊട്ടാണ് ചെന്നിട്ടില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് കടവും കള്ളിയും പലിശക്കൊന്നും എടുത്തിട്ട് പിന്നെ പണം ഉണ്ടാക്കൂല, എന്നെ വിഷമിപ്പിക്കൂല, എന്റെ പ്രയാസങ്ങൾ അറിയാം, നമ്മുടെ വരുമാനങ്ങൾ അറിയാം, നമ്മുടെ പ്രതിസന്ധികൾ അറിയാം, ഇവിടെ പ്രയാസങ്ങൾ അറിയാം. അതാ പെണ്ണ്, അതാണ് പെണ്ണ്. ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു പെണ്ണ് അള്ളാഹനെ സ്തുതിച്ചുകൊണ്ടിരിക്കും, കൂടുതൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും. ആ ഒരു മനസ്സുള്ളപ്പോൾ തന്നെ ബർക്കത്ത് അല്ലാഹ് അങ്ങനെ കൊടുക്കും.